2024 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഇവിടെ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ബി ആണ് തെറ്റായ ജോഡി. അപ്പോൾ ശരിയായിട്ടുള്ള ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവം, ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവം, പാരീസ് ഉടമ്പടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. പൊയ്കെ ശ്രീ കുമാരഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ആൻസർ എന്ന് പറയുന്നത് ഇരവിപേരൂർ. 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യകേരള കൺവെൻഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കെ കേളപ്പൻ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷന് ആൻസർ എന്ന് പറയുന്നത് ഫസൽ അലി. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എ ആണ് ആൻസർ. അതായത് ബംഗാളി എന്ന് പറയുന്നത് ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി. വന്ദേ മാതരം ലാലാ ലജ്പത് റായി. വന്ദേ മാതരം ലാലാ ലജ്പത് റായി. അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. അപ്പോൾ ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി, വന്ദേ മാതരം ലാലാ ലജ്പത് റായി, അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയെ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. കേരള രത്നമാണ് ഉൾപ്പെടാത്തത്. അപ്പോൾ പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയെ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരത്തിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ. പാംലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം. പാംലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം ആൻസർ മണിപ്പൂർ. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കൊറിയോലിസ് ബലം വർദ്ധിക്കുന്നു. കൊറിയോലിസ് ബലം നിമിത്തം ധ്രുവീയ വാദങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് രണ്ട് പ്രസ്താവനകളും ശരിയാണ്. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കൊറിയോലിസ് ബലം വർദ്ധിക്കുന്നു. കൊറിയോലിസ് ബലം നിമിത്തം ധ്രുവീയ വാദങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത്. ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഭൂവിവര സാങ്കേതിക വിദ്യയിൽ താഴെ തന്നിരിക്കുന്ന ഏതാണ് അനുയോജ്യം? ആൻസർ എന്ന് പറയുന്നത് ഓവർലേ വിശകലനം. ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഭൂവിവര സാങ്കേതിക വിദ്യയിൽ താഴെ തന്നിരിക്കുന്ന ഏതാണ് അനുയോജ്യം? ഓവർലേ വിശകലനം. രജ്നാദോപ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ആൻസർ. രവി ചിനാബ് നദികൾക്കിടയിലാണ് രജ്നാദോപ് സ്ഥിതി ചെയ്യുന്നത്. താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് സൂററ്റ്. കൊങ്കൺ റെയിൽവേ പാതയുടെ ദൈർഘ്യമേറിയ തുരങ്കം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് കഠ്മണ്ഡു. അടുത്ത ക്വസ്റ്റ്യൻ, ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി? രണ്ടാം പഞ്ചവത്സര പദ്ധതി? PC മഹലനോബിസ്. താഴെ കൊടുത്തിരിക്കുന്നവയെ ഏതിലെ മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിക സൂചിപ്പിക്കുന്നത്? ആൻസർ എന്ന് പറയുന്നത് ചില്ലറ വിലയാണ് ഉപഭോക്തൃ വില സൂചികയിലെ മാറ്റം. സെൻസെക്സ് എന്നത് എന്തിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ്? ആൻസർ എന്ന് പറയുന്നത് ബി ആണ് നിക്ഷേപം. സെൻസെക്സ്. ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് പഠിക്കാൻ 1955 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് കാർവേ കമ്മിറ്റി. ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് പഠിക്കാൻ 1955 നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി. WTO സ്ഥാപിതമായ വർഷം എന്ന് പറയുന്നത് 1995. ഇന്ത്യയെ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളം. 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ആൻസർ എന്ന് പറയുന്നത് 111. താഴെ പറയുന്ന പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് എ ആണ്. 1, 3, 4 ആണ്. 1, 3, 4 ഏതൊക്കെയാണ്? തുങ്കൻ കമ്മിറ്റി, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ്? ആൻസർ എന്ന് പറയുന്നത് അവശിഷ്ട അധികാരത്തിലാണ്.
ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? ആൻസർ എന്ന് പറയുന്ന പാർലമെന്റിലെയും നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. പാർലമെന്റിലെയും നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന നിയമസഭാ സ്പീക്കർ ആയിട്ടുള്ള വ്യക്തികൾ. നിയമസഭാ സ്പീക്കർ ആയിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്? ആൻസർ സി ആണ്, 1, 3 ശരിയാണ്. അതായത് വക്കം പുരുഷോത്തമനും പി ശ്രീരാമകൃഷ്ണനും. വക്കം പുരുഷോത്തമൻ, പി ശ്രീരാമകൃഷ്ണൻ. പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ്? ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, പാർട്ട് 2. താഴെ പറയുന്ന രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്ന 1 തെറ്റ്, 2, 3 ശരി. അപ്പോൾ കേരളത്തിൽ നിന്ന് 9 പേരെ തിരഞ്ഞെടുക്കുന്നു. കേരളത്തിൽ നിന്ന് കായികമേളയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് പി.ടി. ഉഷ. അപ്പോൾ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കേരളത്തിൽ നിന്ന് 9 പേരെ തിരഞ്ഞെടുക്കുന്നു. കേരളത്തിൽ നിന്ന് കായിക മേഖലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് പി.ടി. ഉഷ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ബി.ജെ.പിയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. അദ്ദേഹം ആദ്യമായാണ് പാർലമെന്റ് അംഗമാകുന്നത്. മുകളിൽ പറയുന്ന പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഉചിതമായി തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? ആൻസർ എന്ന് പറയുന്നത് സി ആണ്, 1, 3 പൊതുഭരണവുമായി ബന്ധപ്പെട്ട് പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഗവൺമെന്റേതര സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ പ്രസ്താവന തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. സെയിൽസ് ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിന്റെ ഭാഗമാണ്. സംസ്ഥാന തലത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. അപ്പോൾ സെയിൽസ് ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിന്റെ ഭാഗമാണ്. സംസ്ഥാന തലത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകൾ നിയമിക്കപ്പെടുന്നു. സംസ്ഥാന വിജിലൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. സംസ്ഥാന വിജിലൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാ? ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, 1 and 3 ആണ്. സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. വിജിലൻസ് കമ്മീഷന്റെ തലവൻ വിജിലൻസ് കമ്മീഷണറാണ്. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. വിജിലൻസ് കമ്മീഷന്റെ തലവൻ വിജിലൻസ് കമ്മീഷണറാണ്. കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാ? ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, 2, 3 കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പിൽ നിയമിക്കപ്പെടുന്നു. ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒരു ഉദാഹരണം. കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കുന്നു. ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒരു ഉദാഹരണമാണ്. അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓൾ ഓഫ് ദ എബോവ്. ജനങ്ങളെ സാക്ഷരരാക്കുക എന്നത് ഇതിന്റെ ലക്ഷ്യമാണ്. ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇതിന്റെ പ്രവർത്തനം. ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന സംരംഭമാണിത്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 2, 3 വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷൻ രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷനാണ് കമ്മീഷന്റെ അധിപൻ. കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷൻ രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷനാണ് കമ്മീഷന്റെ അധിപൻ. ചുവടെ ചേർക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന എഴുതുക. ശരിയായ പ്രസ്താവന ഏതാണ്? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബോവ്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും
ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുകയാണ് ഇവയുടെ ധർമ്മം. അപ്പോൾ ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാല്. സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുകയാണ് ഇവയുടെ ധർമ്മം. ശരീരത്തിന്റെ സന്തുലനാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് ആൻസർ എന്ന് പറയുന്നത് സെറിബെല്ല. അപ്പോൾ ശരീരത്തിന്റെ സന്തുലനാവസ്ഥ നിലനിർത്തുകയും പേശിയുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് സെറിബെല്ല. വൈഡർ ടെസ്റ്റ് ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടായിരിക്കുന്നത്? വൈഡർ ടെസ്റ്റ് എന്ന് പറയുന്നത് ടൈഫോയിഡ്. വൈഡർ ടെസ്റ്റ് ടൈഫോയിഡ്. ശരീരത്തിന് ആവശ്യമായ ഊർജത്തിന്റെ പ്രാഥമിക ഉറവിടം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. ശരീരത്തിന് ആവശ്യമായ ഊർജത്തിന്റെ പ്രാഥമിക ഉറവിടം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. ഇൻസുലിൻ ഹോർമോണുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായവ ഏത്? ശരിയായവ എന്ന് പറയുന്നത് ബി ആണ് ആൻസർ. 1, 3 ആണ്. ഇൻസുലിൻ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളാണ് സ്രവിക്കുന്നത്. ഇൻസുലിൻ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളാണ് സ്രവിക്കുന്നത്. ഇൻസുലിൻ്റെ അഭാവം പ്രമേഹത്തിന് കാരണമായി. ഇൻസുലിൻ്റെ അഭാവം എന്തിന് കാരണമാകുന്നു? പ്രമേഹത്തിന് കാരണമായി. ഇൻസുലിൻ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു എന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഇൻസുലിൻ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളാണ് സ്രവിക്കുന്നത്. ഇൻസുലിൻ്റെ അഭാവം പ്രമേഹത്തിന് കാരണമാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഗ്രഹവാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്ന തെറ്റായ ജോഡി ഏതെന്ന് തിരഞ്ഞെടുക്കുക. തെറ്റായ ജോഡി എന്ന് പറയുന്നത് സി ആണ് ആൻസർ. ജീവകം എ എന്ന് പറയുന്നത് സിറോഫ്താൽമിയ, ജീവകം ഡി എന്ന് പറയുന്നത് റിക്കറ്റ്സ്, ജീവകം സി എന്ന് പറയുന്നത് സ്കർവിയാണ്. സി സ്കർവി, ഡി എന്ന് പറയുന്നത് റിക്കറ്റ്സ്, ജീവകം എ എന്ന് വെച്ചാൽ സിറോഫ്താൽമിയ. വെസ്റ്റ് നൈൽ പനിക്ക് കാരണമായ രോഗാണു എന്ന് പറയുന്നത് വൈറസ് ആണ്. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹൃദ ആശുപത്രി സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്യുന്ന കേരള സർക്കാർ പദ്ധതി ഏത് എന്ന് വെച്ചാൽ ആൻസർ ആർദ്രമാണ്. ഒരാൾ എയിൽ നിന്നും പുറപ്പെട്ട് 4 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചതിന് ശേഷം വലത്തേക്ക് ലംബമായി തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച് ബിയിലെത്തുന്ന എയിൽ നിന്ന് ബിയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? ആൻസർ എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ആണ്. ഒരു നിശ്ചിത പ്രവേഗത്തിൽ മതിലമ്മയെ പതിക്കുന്ന ഒരു പന്തിനെ പരിഗണിക്കുക. താഴെ പറയുന്നത് തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് സി ആണ് ആൻസർ. 1ഉം 2ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് വെച്ചാൽ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യവും വിപരീതവുമായിരിക്കും. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യവും വിപരീതവുമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പവറിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? പവറിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതെന്ന് വെച്ചാൽ കിലോവാട്ട് അവർ ആണ്. നാസ യു ഉപഗ്രഹത്തിൻ്റെ പ്രധാന ദൗത്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് അർദ്ധഗോളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥ, പരിസ്ഥിതി എന്നിവയുടെ പരിവേഷണം. കേരളത്തിലെ ഡീസൽ അധിഷ്ഠിത താപവൈദ്യുതി നിലയങ്ങൾ ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 1ഉം 2ഉമാണ്. ബ്രഹ്മപുരവും കോഴിക്കോടുമാണ്. താഴെ തന്നിരിക്കുന്ന ഏത് മൂലകമാണ് ബാബിറ്റ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിട്ടുള്ളത്? ആൻസർ എന്ന് പറയുന്നത് ആൻറ്റിമണിയാണ്. റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്ന താഴെ തന്നിരിക്കുന്ന ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് എ ആണ്. നൈട്രിക് ആസിഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് റീഗൽ വാട്ടർ. നൈട്രിക് ആസിഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് റീഗൽ വാട്ടർ. സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ഓസ്മിയമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത് എവിടെയാണ്? ആൻസർ എന്ന് പറയുന്നത് ഹൈദരാബാദാണ്. ലോകശാസ്ത്ര ദിനം ആചരിക്കുന്നത് എന്നാണ്? ആൻസർ എന്ന് പറയുന്നത്